അമൽ മിസ്കാൽ ദർറത്തിൻ ഖൈറൻ യറ. മിസ്കാൽ ഒരാണു നന്മ ചെയ്തവൻ പാഴാവില്ല ബഹുമാനികളെ. ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു, ഒരാളെ പുറത്ത് തലോടി, ഒന്ന് കയറി ഇരുന്നു, ഒരു ചെറിയ അനക്കം ദീനിനു വേണ്ടി വെച്ചു, ബഹുമാനികൾ ഒന്നും പാഴാവില്ല. അള്ളാഹുവിന്റെ അടുത്ത് സസൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന മലക്കുകളുണ്ട്, അവരെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. ഓരോ അടക്കും അനക്കും ദീനിന്റെ പേരിൽ എന്താണ് അത് പ്രതിഫലമുള്ളതാണ്. ഒന്നും പാഴാവൂല, ഒരു അണു അത് കാണാൻ പറ്റൂല. അത്രത്തോളം ഒരു മനുഷ്യൻ നന്മ ചെയ്തു, ബഹുമാനികളെ നഷ്ടപ്പെടൂല, അത് വ്യക്തമായി രേഖപ്പെടുത്തപ്പെടും. അതേപോലെ തന്നെയാണ് തിന്മി ബഹുമാനികൾ, അതും എന്ത് ചെയ്യും, രേഖപ്പെടുത്തപ്പെടും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ അമൽ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ അമലുകളുമായിട്ട് മുന്നോട്ട് പോകാൻ മരിക്കുന്ന സമയത്ത് കെലിമ ചൊല്ലി മരിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ബഹുമാനികളെ, അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് അയച്ചതാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു തആല എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ചെയ്തു തന്നു. പക്ഷെ എന്താണ്, വലിയ ബലഹീനാവസ്ഥയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് അള്ളാഹു വലിയ ഉത്തരവാദിത്വം നൽകി. ആ ഉത്തരവാദിത്വം പൂർത്തിയാക്കാൻ ആവശ്യമുള്ള എല്ലാ സാഹചര്യവും അള്ളാഹ് ഒരുക്കി തന്നു ബഹുമാനികളെ. പക്ഷെ നമുക്ക് ഉത്തരവാദിത്വം അറിയില്ല, ഒരുക്കി തന്ന അള്ളാഹിനെ അറിയില്ല. ഒരുക്കി തന്ന അള്ളാഹിനെ അറിയില്ല, ഉത്തരവാദിത്വം അറിയില്ല ബഹുമാനികളെ. അള്ളാഹ് ആരാണ്? അള്ളാഹ് നമ്മൾ അറിയണം. അള്ളാഹിനെ അറിഞ്ഞെങ്കിലേ നമുക്ക് അള്ളാഹിനെ അനുസരിക്കാൻ പറ്റുള്ളൂ. നാട്ടിലുള്ള എല്ലാ വസ്തുവിന്റെയും വില നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് അതെല്ലാം കരസ്ഥമാക്കാൻ വേണ്ടി എന്ത് ചെയ്യൽ നമുക്ക് എളുപ്പമാണ്. 500ന്റെ 1000ന്റെ വില അറിയണോണ്ട് രാവിലെ 3 മണിക്ക് തണുപ്പുള്ള രാത്രിയിൽ കുളിച്ച് നമ്മൾ ഡ്രൈവറായി പോകും. കാരണം എന്താണ്, പോയി വന്നാൽ കിട്ടുന്ന 1000ന്റെ വില അറിയും. അന്നത്തെ സുബി 5:45 സുബിയോ, കാരണം നമുക്ക് വില മനസ്സിലായിട്ടില്ല. ഒരു പോലീസുകാരൻ കയ്യാട്ടി നമ്മൾ വണ്ടി നിർത്തും, കാരണം എന്താണ്, കയ്യാട്ടിയ ആളെ വില നമുക്കറിയാം. പക്ഷെ വിളിക്കുന്ന ആൾ അള്ളാന്റെ വില നമുക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ബഹുമാനികളെ, ഏറ്റവും ആദ്യം ഹൃദയത്തിൽ ഇറക്കേണ്ടത് അള്ളാന്റെ വിലയാണ്. അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അള്ളാഹ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അള്ളാഹാണ് ഏറ്റവും വലുത്, ബാക്കിയെല്ലാം ചെറുതാണ്. മോനെ, നീ ജനിച്ചു, ആദ്യത്തെ ദിവസം സെക്കൻഡ് ഭൂമിയിലേക്ക് വന്നു, ആ കുഞ്ഞിനോട് പറയാണ് അല്ലാഹു അക്ബർ, അള്ളാഹാണ് വലുത്. ഇനി പറയാണ്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിന്റെ ജീവിതത്തിൽ നീ കാണും, പലതും കാണും, അതെല്ലാം ചെറുതാണ്. നിന്റെ ഹൃദയത്തിൽ നീ സ്ഥാപിച്ചോ, അള്ളാഹാണ് വലുത്, ബാക്കിയെല്ലാം കച്ചവടം, കുടുംബം, ഏർപ്പാട് എല്ലാം ചെറുതാണ്. അതാണ് ബഹുമാനികൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആ കുഞ്ഞിനോട് നമ്മൾ പറയണേ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 4 തവണ അല്ല 6 തവണ, വലത്തെ ചെവിയിൽ, ഇക്കാമത്തെ ഇടത്തെ ചെവിയിൽ. ബഹുമാനികൾ എന്താണ്, ആ കുട്ടിയുടെ മനസ്സിൽ തറപ്പിക്കുകയാണ് നമ്മൾ അള്ളാഹ്നിട്ട വലുത്. ഇത് ഈ കുട്ടിക്കല്ല, ആ മനുഷ്യന്റെ ജീവിതത്തിൽ മുഴുവൻ ഇതന്നെ ഉറപ്പിക്കേണ്ടത്. നമ്മൾ ആദ്യം കരസ്ഥാക്കേണ്ട ഇൽമ നമ്മൾ അള്ളാഹിനെ കുറിച്ചുള്ളതാണ്. നമ്മൾ അത് മാത്രം കരസ്ഥാക്കിയില്ല, ബാക്കി എല്ലാം കരസ്ഥാക്കി. ഒരു സിമ്മിനെ കുറിച്ച് ചോദിച്ചു നോക്കി, ഒരു കച്ചവടത്തെ കുറിച്ച് ചോദിച്ചു നോക്കി, ഒരു ഡോക്ടർ അവൻ എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്യണമെന്ന് ചോദിച്ചു നോക്കി, എല്ലാവർക്കും അറിയാം. റബ്ബിനെ കുറിച്ച് ചോദിച്ചു നോക്കി, അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴികളെ കുറിച്ച് ചോദിച്ചു നോക്കി, ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് ചോദിച്ചു നോക്കി, സ്വർഗത്തിൽ പോണ 10 സഹാബാക്കളെ കുറിച്ച് ചോദിക്കി, നമുക്കറിയില്ല. എന്താ ബഹുമാനികളെ? കാരണം ഹൃദയത്തിന് മഹത്വം ഇറങ്ങിയില്ല. അതുകൊണ്ട് അള്ളാന്റെ മഹത്വം ഇറങ്ങണം. അള്ളാഹ് ആരാണ്? അള്ളാഹ് പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും. അള്ളാഹ് പറയാണ്, ഏ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കും. അള്ളാഹ് ആരാണ്? അവൻ നിങ്ങളെ ഖാലിഖാണ്, ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. നിങ്ങളെ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് മുമ്പുള്ള ആൾക്കാർ ഓൻ തന്നെ സൃഷ്ടിച്ചത്. നമുക്ക് തോന്നണ്ട നമ്മൾ മാത്രമാണെന്ന്. നമുക്ക് മുമ്പുള്ള ആൾക്കാരെ സൃഷ്ടിച്ചത് ആരാണ്? അള്ളാഹാണ്. അള്ളാഹ് പറയാണ്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കുക, അള്ളാഹ് നിങ്ങളെ ഖാലിഖാണ്. വേറൊരിടത്ത് അള്ളാഹ് പറയണ്ട, അള്ളാഹ് നിങ്ങളെ മാലിക്കാണ്. ഇവിടുത്തെ മുഴുവൻ രാജാക്കന്മാർ എപ്പോ രാജാവണം, ആരധികാരം എടുത്തു മാറ്റണം, തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. ഇസ്സത്ത് ആർക്ക് കൊടുക്കണം, ലില്ലത്ത് ആർക്ക് കൊടുക്കണം, തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. ബഹുമാനികളെ, എല്ലാ കാര്യം നടപ്പിലാക്കുന്നവൻ അള്ളാഹുവാണ്. നമ്മളെ ഹൃദയത്തിൽ ഇറങ്ങണം. അള്ളാഹ് പറയണ്ട, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ. അള്ളാഹ് പറയാണ്, ഞാൻ എന്ത് ചെയ്തു, ഭൂമി അങ്ങക്ക് വിരിപ്പാക്കി തന്നു. മാത്രല്ല വസ്സമാ ബിനാ, ആകാശത്തെ ഒരു കെട്ടിടം, ഒരു മേൽക്കൂരാക്കി തന്നു. അപ്പൊ എന്താണ്, ഒരു വീടായി, ഒരു ബിൽഡിംഗ് ആയി. അടിപ്പാരുന്നു, മേൽക്കൂര ഇട്ടു തന്നു. എന്താണ്, ഒരു വീടാണ്. പോരാ, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്കൻ ലക്കും. നിങ്ങൾക്ക് വീട് തരെ മാത്രമല്ല ചെയ്തത്, ആ വീട്ടിക്ക് ആവശ്യമുള്ള നിങ്ങളെ ഉപജീവനത്തിന്റെ, ഭക്ഷണത്തിന്റെ ഏർപ്പാടുകൾ ആര് ചെയ്തു? അള്ളാഹ് തന്നെ ചെയ്തു. അള്ളാഹ് പറയാണ്, ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്കൻ ലക്കും.
നിങ്ങൾക്ക് ഉപജീവനത്തിന് വേണ്ടി ഭക്ഷണങ്ങളെ, ധാന്യങ്ങളെ, ഭക്ഷണങ്ങളെ, പഴവർഗ്ഗങ്ങളെ ആര് കൊണ്ടുവരുന്നു? അള്ളാഹു കൊണ്ടുവരുന്നു. മേൽക്കൂരട്ടെന്നു, വിരിപ്പിട്ടെന്നു, തറട്ടെന്നു, പോരാ അതിലേക്കുള്ള ഭക്ഷണം തന്നു. എന്നിട്ട് അള്ളാഹ് പറഞ്ഞൊരു വാക്കുണ്ട്, ഫലാ തജഅലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. നിങ്ങൾ എന്നിട്ട് എന്ത് പറയരുത്? അറിഞ്ഞുകൊണ്ട് എനിക്ക് സമന്മാരുണ്ടാക്കരുത്. ബഹുമാനികളെ അള്ളാഹ് പറയാണ്. ഇന്ന് നമ്മളെ ചിന്ത എന്താണ്? നമ്മൾ ജോലി ചെയ്തു, വീട്ടിൽ 5 കിലോ അരി വാങ്ങിയാൽ നമ്മൾ പറയും എന്റെ കുട്ടികളെ പോയിട്ട് ഞാനാണെന്ന്. ഇയാൾ മരിച്ച കുട്ടികളൊക്കെ പട്ടിണി കിടക്കല്ല. ലോകത്ത് എത്രയും മനുഷ്യർ മരിച്ചു പോവാണ്, ഇവരെ വീട്ടിലൊക്കെ പട്ടിണിയാ. ബഹുമാനികളെ വരല്ല റബ്ബ് അള്ളാണ്. അള്ളാഹ് അതുകൊണ്ടാ പറഞ്ഞത് ഫലാ തജഅലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത്? അള്ളാഹ്ക്ക് സമന്മാരുണ്ടാക്കരുത്. അള്ളാഹ് ആരാണ്? അള്ളാഹാണ് തീറ്റിപ്പോറ്റുന്നവൻ. ലോകത്ത് 1 കിലോ അരിക്ക് 60 ഉറുപ്പിക എടുക്കേണ്ട 60,000 കോടി ഉറുപ്പിക ചെലവാക്കിയാലും ബഹുമാനികളെ ഒരരിയുമാണ് ലോകത്താരെ കൊണ്ടുണ്ടാക്കാൻ പറ്റൂല. നമ്മൾ കഴിക്കുന്ന മത്സ്യം അതിന്റെ ഒരു ചെളുക്ക പോലും ബഹുമാനികളെ ലോകത്താരെ കൊണ്ടുണ്ടാക്കാൻ പറ്റൂല. 100 ഉറുപ്പിക കിലോ മത്തിക്ക് കൊടുക്കണമെങ്കിൽ 1 കോടി ഉറുപ്പിക ചെലവാക്കി, 100 കോടി ഉറുപ്പിക ചെലവാക്കി ഒരു മത്തി പോയിട്ട് മത്തിന്റെ ചെളുക്ക ഉണ്ടാക്കാൻ ലോകത്താരെ കൊണ്ട് സാധിക്കൂല ബഹുമാനികളെ. അള്ളാഹ് തരികയാണ്. അതുകൊണ്ട് ബഹുമാനികൾ നമ്മളെ ഹൃദയത്തിൽ ഈ കാര്യങ്ങൾ ഇറങ്ങണം. അള്ളാഹാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. മനുഷ്യന് ആവശ്യമായ ഓരോ കാര്യങ്ങളും അള്ളാഹ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് പറയുന്നുണ്ട് പാല്. ആരാ പാല് തരുന്നത്? പശുവാണോ? നമ്മൾ സ്കൂളിൽ പഠിച്ചു പശു പാൽ തരുന്നു. ബഹുമാനികളെ പാല് തരുന്നത് അള്ളാഹുവാണ്. അള്ളാഹ് പറയുന്നുണ്ട് ലബനൻ ഖാലിസായ നല്ല ശുദ്ധിയുള്ള നല്ല പാല്. ആര് തരുന്നേ? അള്ളാഹ് തരുന്നേ. എവിടുന്ന് തരുന്നേ? രക്തത്തിന്റെയും ചാണകത്തിന്റെയും കൊയലുകൾക്കിടയിൽ നിന്ന് ആര് തരുന്നു? അള്ളാഹു തരുന്നു. എങ്ങനത്തെ പാല്? നല്ല വെള്ള നിറമുള്ള നല്ല പാല്, ശുദ്ധമായ പാല്. ബഹുമാനികളെ എവിടുന്ന വരുന്നത്? അകിട് കീറുവൊക്കെ പാല് കാണൂല, ചോരേ കാണുള്ളൂ. പക്ഷെ ഭൂമിക്ക് വരുമ്പോ വെള്ള നിറായി. ആ ദോരത്തുനിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് ബഹുമാനികളെ അത് വെള്ള നിറാകുന്നത്. അതുവരെ അത് ചോരയാണ്, കീറുവൊക്കെ അത് ചോരയെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഭൂമിയിലേക്ക് എത്തുന്ന സമയത്ത് അള്ളാഹ് അതിനെ പാലാക്കി കൊടുക്കുന്നത്. വൈക്കോലാണ്, കഞ്ഞിരളാണ്, കിട്ടുന്നത് നല്ല പാല്. അള്ളാഹ് ഇത് എന്തിനാണ് ബഹുമാനികളെ ഖുർആനിൽ പറയുന്നത്? മനുഷ്യൻ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. തേനീച്ചയെ കുറിച്ച് പറഞ്ഞു, ഇട്ടുകാലിയെ കുറിച്ച് പറഞ്ഞു. ഇതിലെല്ലാം എന്താണ്? മനുഷ്യന് ദൃഷ്ടാന്തങ്ങളുണ്ട്. പക്ഷെ ബഹുമാനികൾ നമ്മൾ ചിന്തിക്കണില്ല. നമ്മൾ റോട്ടുമ്പോൾ കൂടെ പോണ ഒരു ബോർഡ് ഉണ്ട്, നമ്മൾ ചിന്തിക്കും ഇതെന്ത് പരസ്യ, ഇതെന്തിനാ അങ്ങനെ, അത് നമ്മൾ ചിന്തിക്കും. എല്ലാ കാര്യവും ചിന്തിക്കും. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ഒരു റബ്ബുണ്ട് ഇത് ചലിപ്പിക്കുന്ന. ഈ അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കാൻ മാത്രം നമുക്ക് ഒഴിവില്ല. ബഹുമാനികൾ നമ്മൾ വിഡ്ഢികളാണ്. അള്ളാഹിനെ കുറിച്ച് അറിയണം, അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കണം, അള്ളാഹിനെ ഹൃദയത്തിൽ ഇറക്കണം. ഇത് ഇറക്കാതെ നമ്മൾ മരണപ്പെട്ടു പോയി നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യം കെട്ടവരാണ്. ഹൃദയത്തിൽ അള്ളാഹിനെ ഇറക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഖുർആനിലൂടെ സംഭവങ്ങൾ നമുക്ക് അള്ളാഹു തആല മനസ്സിലാക്കി തരുന്നത്. ബഹുമാനികളെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ വലിപ്പം, അള്ളാഹുവിന്റെ കഴിവ് നമുക്ക് ഹൃദയത്തിൽ യഖീനാണ്. എല്ലാ കാര്യങ്ങളും നടത്തുന്നത് അള്ളാഹുവാണ്. അള്ളാഹു അല്ലാത്ത ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും, ഭൂമിയിൽ നിന്നല്ല അള്ളാഹു അല്ലാത്ത എന്തെല്ലാം വസ്തുക്കളുണ്ടോ അത് മുഴുവൻ സൃഷ്ടികളാണ്. അള്ളാഹ് മാത്രമേ സൃഷ്ടാവുള്ളൂ, ബാക്കി എല്ലാം സൃഷ്ടികളാണ്. സൃഷ്ടികളെ കൊണ്ട് സ്വന്തമായിട്ട് ഒരു കാര്യം നടക്കൂല. സൃഷ്ടികളെ കൊണ്ട് ഒരു കാര്യം നടക്കൂല. നമ്മളെ ഹൃദയത്തിൽ തെറ്റായ ധാരണയാണ്. സമ്പത്ത് കൊണ്ട് കാര്യം നടക്കും, അധികാരം കൊണ്ട് കാര്യം നടക്കും, ബുദ്ധി കൊണ്ട് കാര്യം നടക്കും, എല്ലാം കൊണ്ട് കാര്യം നടക്കുമെന്നുള്ളത്. ബഹുമാന്യങ്ങളെ ഇത് തെറ്റായ ധാരണ. ഇത് ഹൃദയത്തിൽ നിന്ന് മാറ്റണം. എന്നിട്ട് അള്ളാഹിനെ മാത്രം ഹൃദയത്തിൽ സ്ഥാപിക്കണം. അധികാരം കൊണ്ട് നടക്കുമായിരുന്നെങ്കിൽ അധികാരം കൊണ്ട് എത്രയോ ആളുകൾ രക്ഷപ്പെടണമായിരുന്നു. ഫിറഔൻ രക്ഷപ്പെടണമായിരുന്നു. ഫിറഔനെക്കാട്ടും വലിയ അധികാരി ലോകത്ത് വന്നിട്ടില്ല. ഫിറഔൻ തന്നെ പറഞ്ഞു, ഓൻക്കെന്നെ തോന്നിപ്പോയി ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന്. അന റബ്ബുക്കുമുൽ അഅല, മേലായ റബ്ബ് ഞാനാണ്, ഏറ്റവും വലിയ റബ്ബ് ഞാനാണ്. ആര് പറഞ്ഞു? ഫിറഔൻ പറഞ്ഞു. ഈ നദികളെ മുക്കി, ഈ നദികൾ എന്റെ അനുമതി പ്രകാരമാണ് ഒഴുക്കുന്നത് എന്ന് വരെ ഫിറഔൻ പറഞ്ഞു ബഹുമാനികളെ. പക്ഷെ എന്തേത്? അള്ളാഹ് ഫിറഔനെ നദിയിൽ, കടലിൽ മുക്കി താഴ്ത്തി. അതുകൊണ്ട് ബഹുമാനികൾ അധികാരം കൊണ്ട് നടക്കൂല, സമ്പത്തുകൊണ്ട് നടക്കൂല. സമ്പത്തുകൊണ്ട് നടക്കണമായിരുന്നു, കാറും നടത്തണമായിരുന്നു. പക്ഷെ കാറും നടത്തിയിട്ടില്ല ബഹുമാനികളെ. കാറൂനും സമ്പത്തോടു കൂടി ഭൂമിയിലേക്ക് പോവുക ചെയ്തത്. അതുകൊണ്ട് ബഹുമാനികളെ അള്ളാഹിനെ കൊണ്ടേ നടക്കൂ എന്നുള്ള യഥാർത്ഥമായ ഒക്കെ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാക്കണം. അള്ളാഹിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. ഇതെങ്ങനെ കിട്ടുക? അതിന് വേണ്ടിയാണ് നമ്മളോട് പരിശ്രമിക്കാൻ പറഞ്ഞത്. എങ്ങനെ പരിശ്രമിക്കണം? ആദ്യം നമ്മൾ അള്ളാഹിന്റെ കുദരത്തെ നമ്മൾ സ്വന്തം മനസ്സിലാക്കണം. ഭൂമിയിൽ കാണുന്ന മുഴുവൻ വസ്തുക്കളെയും കണ്ട് ആ ഓരോ കാര്യങ്ങളും കണ്ട് നമ്മളെ ഹൃദയത്തിൽ ഇറക്കണം. എന്നിട്ട് നമ്മളെ കൂട്ടുകാരനോട് പറഞ്ഞു, നോക്കേ അള്ളാഹത്തെ കാര്യങ്ങൾ നടത്തുന്നത് അല്ലല്ലാത്തെല്ലാം സൃഷ്ടികളാണ്. സൃഷ്ടികളെ കൊണ്ട് കാര്യം നടക്കൂല.
ഇങ്ങനെ നമ്മൾ നിരന്തരം ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴേ നമ്മളെ ഹൃദയത്തിൽ അള്ളാഹ് ഇറങ്ങുള്ളൂ. ആർക്ക് അള്ളാഹിന് ആവശ്യമുണ്ടോ ഇത് ചെയ്തുകൊണ്ടിരിക്കണം ബഹുമാനികളെ. ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ്? ഒരു ജോലിയാണ് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹ് ഹൃദയത്തിൽ ഇറങ്ങണം, അള്ളാഹിന്റെ മഹത്വം പറഞ്ഞു. അള്ളാഹ് ആരാണ്? അള്ളാഹ് മൂസാ നബി അലൈഹി ഇസ്ലാം ഈമാൻ പഠിപ്പിച്ചു കൊടുത്തു. മൂസാ നബിനോട് ചോദിച്ചു, ഹേ മൂസാ അലൈഹി ഇസ്ലാം, താങ്കളുടെ കയ്യിൽ എന്താണ്? മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇതിന്റെ വടിയാണ്, ഇതുകൊണ്ട് ഞാൻ ആടിന് ഇല പൊട്ടിക്കാറുണ്ട്, വേറെയും പല പ്രയോജനങ്ങളുണ്ട്. അപ്പൊ അള്ളാഹ് പറഞ്ഞു, മൂസ അലൈഹി ഇസ്ലാം വടി താഴത്തേക്ക് ഇടിൻ. മൂസാ നബി വടി താഴത്തേക്ക് ഇട്ടു. അതെന്തായി? ഫൈദാഹിയ ഹയ്യത്തുൻ തസ്അ, ജീവുള്ള പാമ്പായി, തോന്നണ പാമ്പല്ല, ജീവുള്ള പാമ്പായി. മൂസാ നബി വരെ പേടിച്ചു ബഹുമാനികളെ. അള്ളാഹ് പറഞ്ഞു പിടിക്കാൻ പറഞ്ഞു. എവിടെ പിടിക്കണം? തലമ പിടിക്കാൻ പറഞ്ഞു, പേടി മാറണം. പാമ്പിനെ പിടിച്ചു. പാമ്പെന്തായി? പാമ്പ് വടിയായി. ഇത് ചോദിക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഇത് പാമ്പല്ല, വടിയല്ല. ഹാദാ അമ്രു റബ്ബി, റബ്ബിന്റെ കൽപ്പന എന്താണോ അതാണ്. അത് ബഹുമാനികളെ, നമ്മളെ മുന്നിൽ കാണുന്ന മുഴുവൻ വസ്തുക്കളും എന്താണ്? അത് അള്ളാന്റെ അമ്രാണ്. അതിലൂടെ ഗുണം കിട്ടണമെങ്കിൽ അള്ളാഹ് തീരുമാനിക്കണം, അതിലൂടെ ദോഷം കിട്ടണമെങ്കിൽ അള്ളാഹു തീരുമാനിക്കണം. ഈ ഉറച്ച യഖീന് ഹൃദയത്തിൽ ഉണ്ടാവണം ബഹുമാനികൾ. എല്ലാ കാര്യവും നടത്തുന്നത് അള്ളാഹു ആണ് എന്നുള്ള ഉറച്ച യഖീൻ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നതിന്റെ പേരാണ് ഈമാൻ, അമ്ന്, നിർഭയത്വം. പിന്നെ അവന്റെ ഹൃദയം കാലിയായി. പിന്നെ അവന്റെ ഹൃദയത്തിൽ എന്തുണ്ടാവില്ല? ഭയം ഉണ്ടാവില്ല. ഇനി നമുക്ക് എല്ലാം ഭയാണ്. എന്താ കാരണം? ഈമാൻ നഷ്ടപ്പെട്ടു. ഇനി നമുക്ക് അധികാരത്തെ പേടിയാണ്, സമ്പത്തിനെ പേടിയാണ്, പോലീസിനെ പേടിയാണ്, നാട്ടുകാരെ പേടിയാണ്. എന്താ കാരണം? പേടിക്കേണ്ട ആളെ പേടിച്ചില്ല. ആരെ പേടിക്കേണ്ടത്? പേടിക്കേണ്ടത് അള്ളാഹുവിനെയായിരുന്നു. ബഹുമാനികൾ, അള്ളാഹിനെ നമ്മൾ പേടിച്ചില്ല. അതുകൊണ്ട് ഹദീസിന്റെ ആശയത്തിൽ വരുന്നുണ്ട്, ആരല്ലാഹുവിനെ ഭയപ്പെട്ടില്ല, ആരല്ലാഹുവിനെ ഭയപ്പെടുവോ, അള്ളാഹുവിനെ പേടിക്കുവോ, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ സൃഷ്ടികളെ അവർക്ക് കീഴ്പ്പെടുത്തി കൊടുക്കും. ആരല്ലാഹ്ക്ക് വേണ്ടി അള്ളാഹിനെ പേടിച്ചില്ലയോ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾക്ക് അവനെ കീഴ്പ്പെടുത്തി കൊടുക്കും. ഇന്നെന്താ നമ്മൾ കാണുന്നത്? ഇന്ന് ലോകത്തുള്ള മുഴുവൻ ആൾക്കാർക്ക് നമ്മളെ കീഴ്പ്പെടുത്തി കൊടുത്തു. എന്താ കാരണം? പേടിക്കേണ്ട റബ്ബിനെ നമ്മൾ പേടിച്ചില്ല. അതുകൊണ്ട് ബഹുമാനികളുടെ ഹൃദയത്തിൽ അന്ന് ഈമാന്റെ ഗുണം ഉണ്ടാവണം. ഏത് ഗുണം? അള്ളാഹിനെ മാത്രം പേടിക്കണം. അല്ലാത്തതിനെല്ലാം നമ്മൾ ഹൃദയത്തിൽ നിന്ന് നമ്മളെ ഭയം ഒഴിവാക്കണം. ദുനിയാവിലെ മുഴുവൻ വസ്തുക്കൾ എന്താണ്? അതൊരു ചത്ത പാമ്പിനെ പോലെയാണ്. ഒരു പാമ്പിനെ പോലെ. ഒരാളൊരു വഴിക്കൂടെ നടന്നു പോവാണ്. ആ സമയത്ത് ഒരു പാമ്പിനെ കണ്ടു, പെട്ടെന്ന് പേടിച്ചു. പക്ഷെ നോക്കിയപ്പോ എന്താണ്? പാമ്പ് ചത്ത പാമ്പാണ്. അതിനെന്താണ്? ഒരാൾ അടിച്ചു കൊന്ന് പഞ്ചറാക്കിയിട്ടുണ്ട്. അപ്പൊ എന്താണ്? സമാധാനമായി. കാലുകൊണ്ട് തട്ടി മാറ്റി മുന്നോട്ട് പോകും. എന്താ കാരണം? പാമ്പ് ചത്തതാണ്. അതുകൊണ്ട് എന്തെങ്കിലും നടക്കുവോ? ചത്ത പാമ്പ് കടിക്കുവോ? പേടില്ല. പേടി ഹൃദയത്തിൽ നഷ്ടപ്പെട്ടു. ഉമനൽ ഇതേപോലെ ഹൃദയത്തിൽ ഈ ദുനിയാവിൽ ഓരോ വസ്തുക്കളും ആവണം. എല്ലാം ചത്ത പാമ്പാണ്. അതിന് ഉപകാര ഉപദ്രവം കിട്ടൂല. കിട്ടണമെങ്കിൽ ആര് തീരുമാനിക്കണം? അള്ളാഹ് തീരുമാനിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിലേക്ക് തിരിയണം. ഏതുപോലെ? ഒരു നായി നമ്മൾ കല്ലെടുത്ത് തന്നെ നായി അങ്ങോട്ടാ ഓടുക? കല്ലിന്റെ പിന്നാലെ ഓടുക? ബഹുമാനികളെ, നമുക്ക് വരുന്ന മുഴുവൻ പ്രശ്നങ്ങളും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്. ഉലമാക്കൾ പറയും, ഹാലാത്ത്, അവസ്ഥകൾ ഇത് അള്ളാഹു നൽകുന്നതാണ്. ഹാലാത്ത് നീങ്ങിപ്പോവും, അവസ്ഥകൾ നീങ്ങിപ്പോവും. ഇന്ന് സന്തോഷമാണെങ്കിൽ നാളെ ദുഃഖമാവും, നാളെ ദുഃഖമാണെങ്കിൽ അതിന്റെ അടുത്ത ദിവസം സന്തോഷമാവും. അത് നീങ്ങിക്കൊണ്ടേയിരിക്കും ബഹുമാനികളെ. എന്നാൽ ഹാലാത്തിൽ ചെയ്യുന്ന അമലുകൾ അത് നീങ്ങൂല. അത് ശാശ്വതമാണ്, ഒരിക്കലും അവസാനിക്കാത്തതാണ്. ഒരു മനുഷ്യന് ദുഃഖം വന്നു, വിഷമം വന്നു, ആ സമയത്ത് അവൻ അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിച്ചു, അള്ളാഹ്ക്ക് ശുക്ർ ചെയ്തു, ക്ഷമിച്ചു ജീവിച്ചു. ആ ക്ഷമയുടെ അമല് അത് കാലാകാലം നിലനിൽക്കുന്നതാണ്. അതൊരിക്കലും നശിക്കൂല. എന്നാൽ അവസ്ഥകൾ അത് നീങ്ങിപ്പോകുന്നതാണ്. ഒരാൾ സന്തോഷം വന്നു, രണ്ടരക്കാലത്ത് ശുക്ർ സ്കരിച്ചു. ബഹുമാനികൾ, ആ ശുക്ർ നമസ്കാരം അതൊരിക്കലും നീങ്ങിപ്പോകുന്നതല്ല. അത് കാലാകാലം അവനക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ്. അതുകൊണ്ട് അവസ്ഥകളുടെ സന്ദർഭത്തിൽ നമ്മൾ അള്ളാഹുവിലേക്ക് തിരിയണം. അതുകൊണ്ട് ബഹുമാനികൾ, ഈ അള്ളാഹ് നമ്മൾ ഹൃദയത്തിൽ ഇറക്കണം. ഈ അള്ളാഹ് നമ്മൾ തൃപ്തിപ്പെടുത്തണം. ഈ റബ്ബിനെ തൃപ്തിപ്പെടുത്തിയാൽ നമ്മളെ ജീവിതം നമ്മൾ രക്ഷപ്പെട്ടു. ജീവിതം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയമേ ഉള്ളൂ, കുറേ കാലം ജീവിക്കാനൊന്നുമില്ല. ഈ സമയം എന്ത് ചെയ്യണം? അള്ളാഹിനെ തൃപ്തിപ്പെടുത്തണം. എന്താ തൃപ്തിപ്പെടുത്താനുള്ള വഴി? അള്ളാഹ് പറഞ്ഞു തരികയാണ്, വൈൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ്, നിങ്ങൾ ആരെങ്കിലും അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ, അള്ളാഹിന്റെ തൃപ്തി ആഗ്രഹിക്കുന്നുണ്ടോ, എന്തു ചെയ്തോളി? ഫത്തബിഊനി, എന്നെ പിൻപറ്റിക്കൂലി. ആരെ പിൻപറ്റണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റണം. യുഹിബ്ബുക്കുമുള്ള, അള്ളാഹ് നിങ്ങളെ ഇഷ്ടപ്പെടും. അത് ബഹുമാനികളെ, അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടാനുള്ള വഴി എന്താണ്? ഒറ്റ വഴിയേ ഉള്ളൂ, ഒരുപാട് വഴികളില്ല. ഒറ്റ വഴി. അതേതാണ്? ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 100% പിൻപറ്റുക. ഒരു കോംപ്രമൈസും ഇല്ല. വേറെ ഒരു വഴി എടുക്കാൻ പറ്റൂല. ഒറ്റ
ഒറ്റ വഴി. ഏതാ വഴി? 100ക്ക് 100 നമ്മൾ അടക്കും അണക്കും ആരെപ്പോലെ ആവണം?